ഇടപെടുകയാണ്. ഇപ്പോൾ വിലക്കയറ്റത്തിനെതിരെ കാലിക്കലവുമായി മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്ന ഇടത്ത് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കാലിക്കലങ്ങളുമായി അതിശക്തമായ പ്രതിഷേധമാണ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂറായി പ്രതിഷേധം അരങ്ങേറുന്നു. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. അതിനുശേഷവും പിന്മാറാതെ കാലിക്കലങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഐശ്വര്യ അനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഐശ്വര്യ, വലിയ സമരമാണ്, ശക്തമായ സമരമാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറായി അവിടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ ജലപീരങ്കിയും പ്രയോഗിച്ചിരിക്കുന്നു. എന്നിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ തുടരുകയാണോ പ്രവർത്തകർ? അതെ രേണുക, നേരത്തെ കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ ഒരു മണിക്കൂറായി പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിയമസഭയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ ബാരിക്കേഡ് മറിച്ചിടാനടക്കം ശ്രമിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കടന്നത്. ഈ കഞ്ഞിക്കലങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് തറയിലെറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം ആ കഞ്ഞിക്കലത്തിന്റെ കഷ്ണങ്ങൾ മാത്രമല്ല കലവും പോലീസിന് നേരെ എറിയുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടിയാണ് കലങ്ങൾ പോലീസിന് നേരെ എറിയുന്ന ഒരു പ്രതിഷേധം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് തന്നെ എന്ന് പ്രതിപക്ഷ നേതാവ് കൂടി പ്രഖ്യാപിച്ചിരുന്നു. സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവാണ്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, സംസ്ഥാന അധ്യക്ഷ ജബി മേത്തറുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. നിയമസഭയ്ക്ക് കുറച്ചു മുന്നിലായി ബാരിക്കേഡ് വെച്ച് പോലീസ് കൃത്യമായി തടഞ്ഞിരുന്നു. പലതവണ പല വശങ്ങളിലൂടെ ഈ ബാരിക്കേഡ് മറികടന്ന് ചാടിക്കടക്കാൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. അവിടെയൊക്കെ പോലീസ് കൃത്യമായി തടഞ്ഞു. അതിനുശേഷമാണ് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് ഈ കഞ്ഞിക്കലങ്ങളും കലങ്ങൾ പൊട്ടിച്ച കഷ്ണങ്ങളും ഒക്കെ പോലീസിന് നേരെ എറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കടന്നത്. ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുകയാണ് രേണുക. വിലക്കയറ്റത്തിനെതിരായ പ്രതിഷേധമാണ് നടക്കുന്നത്. കാലിക്കലങ്ങളുമായിട്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. അവർ കലങ്ങൾ ഉയർത്തി തന്നെ ഇപ്പോഴും പ്രതിഷേധിക്കുന്നു. ശക്തമായ പ്രതിഷേധം. ഏതാണ്ട് ഒരു മണിക്കൂറായി പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ അവിടെ തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. ഐശ്വര്യ, നേരത്തെ പറഞ്ഞു ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ചതോടെ കലങ്ങൾ പൊട്ടിച്ച് പോലീസിന് നേരെ എറിഞ്ഞു. ഇപ്പോൾ ആ ജലപീരങ്കി പ്രയോഗിച്ചതിന്റെ കെട്ടിക്കിടക്കുന്ന ജലം പോലീസിന് നേരെ തളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പ്രവർത്തകർ. ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പോലീസ് സംയമനം പാലിക്കുകയാണോ ഇപ്പോൾ? വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് രേണുക. വലിയ പ്രതിഷേധം. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ട് ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഈ പൊട്ടിച്ച കഞ്ഞിക്കലങ്ങളുടെ കഷ്ണങ്ങൾ എറിയുന്നു, അല്ലെങ്കിൽ കലങ്ങൾ അതേപടി പോലീസിന് നേരെ എറിയുന്നു. ആ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രവർത്തകർ ഇപ്പോഴും ആ ബാരിക്കേഡിന് മുന്നിലുണ്ട്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം, മറിച്ചിടാനുള്ള ശ്രമവും തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നത്. ഇപ്പോഴും ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നേരത്തെ ഇവരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും ഈ കഞ്ഞിക്കലങ്ങളുടെ കഷ്ണങ്ങളൊക്കെ പോലീസിന് നേരെ എറിയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. നേരത്തെ കഴിഞ്ഞ ഒരു മണിക്കൂറായി സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ കണ്ടതെങ്കിൽ ഇപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും 2 തവണ ജലപീരങ്കി പ്രയോഗിച്ച് ഇപ്പോൾ ഒരു പ്രവർത്തകയ്ക്ക് പരിക്കുണ്ടെന്ന് തോന്നുന്നു. അവിടെ എല്ലാവരും കൂടി ഒത്തുചേരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സഭാ സമ്മേളനം ചേർന്ന ദിവസമാണ് നിയമസഭാ കവാടത്തിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. ഏതാണ്ട് ഒരു മണിക്കൂറായി പ്രവർത്തകർ അവിടെ തമ്പടിച്ച് പ്രതിഷേധിക്കുകയാണ്. കാലിക്കലങ്ങളുമായിട്ടാണ് വിലക്കയറ്റത്തിനെതിരായ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസ് 2 തവണ
ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ ഒരു പ്രവർത്തക റോഡിൽ കിടക്കുന്നു. അവിടേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പരിക്കുണ്ട് എന്ന സംശയമാണ് ഉള്ളത്. വിലക്കയറ്റത്തിനെതിരായ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറായി ശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ജലപീരങ്കി 2 തവണ പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ അവിടെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴാണ് ഈ പ്രവർത്തകയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതെന്ന് തോന്നുന്നു. അവരെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റാനുള്ള ശ്രമമാണുള്ളത്. ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, ജലപീരങ്കി പ്രയോഗിച്ചതിലാണ് ഒരു പ്രവർത്തകയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതെന്ന് തോന്നുന്നു. ജെബി മേത്തറാണോ അത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, തുടർച്ചയായ ഈ ജലപീരങ്കി പ്രയോഗത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലർക്ക് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചിരിക്കുന്നു. ഇവിടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു കൂടി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജെബി മേത്തർ എംപിക്ക് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 2-3 തവണ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്നാണ് ജെബി മേത്തർക്ക് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചത്. ഇപ്പോൾ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ അടക്കമുള്ള നടപടികളിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കടക്കുന്നുണ്ട്. പക്ഷേ അധികം പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. അവർ ഇപ്പോഴും ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നേരത്തെ കഴിഞ്ഞ 1 മണിക്കൂറായി സമാധാനപരമായി നടന്നൊരു സമരമാണിപ്പോൾ സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ജലപീരങ്കി പ്രയോഗം അടക്കമുള്ള നടപടികളാണ് ഉണ്ടായത്. എന്തായാലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മഹിളാ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ശക്തമായ സമരമാണ്. വിലക്കയറ്റത്തിലാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. നിയമസഭയിലേക്കുള്ള മാർച്ചാണ് അവർ സംഘടിപ്പിച്ചിരുന്നത്. നിയമസഭയിലേക്കുള്ള മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. കാലിക്കലങ്ങൾ ഉയർത്തിയായിരുന്നു അവരുടെ പ്രതിഷേധം. അതിനുശേഷം കലങ്ങൾ പൊട്ടിച്ച് പോലീസിന് നേർക്ക് എറിയുന്ന സാഹചര്യവും ഉണ്ടായി. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിലാണ് ഇപ്പോൾ ജെബി മേത്തർ എംപി ഉൾപ്പെടെയുള്ളവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. അവർ അവിടെ തുടരുന്നു. അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമുണ്ട് എന്ന് ഐശ്വര്യ പറയുന്നു. എങ്കിൽ പോലും ഇപ്പോഴും അവരവിടെ തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. 1ലധികം പ്രവർത്തകർക്ക് വേറെയും പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് ഒക്കെ നൽകുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി അവിടെ നടക്കുന്നത്. ഐശ്വര്യ, ജെബി മേത്തർ എംപിക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം കാണുന്നില്ല. അവിടെ തന്നെ വെള്ളമൊക്കെ കൊടുത്ത് അവർ പരിചരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം വൈകുന്നത് എന്തുകൊണ്ടാണ്? രേണുക, പോലീസിന്റെ വാഹനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വാഹനം ഇതുവരെ ഈ പ്രതിഷേധം നടക്കുന്ന ഇടത്തേക്ക് എത്താത്തതാണ് ആശുപത്രിയിലേക്ക് മാറ്റാനാകാത്തതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വിശദീകരിക്കുന്നത്. പോലീസിന്റെ വാഹനം വിളിച്ചിട്ടുണ്ട്. ഒന്നിലധികം, അതായത് ജെബി മേത്തർ എംപി അടക്കമുള്ള ചില മറ്റ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ആ രീതിയിൽ ഇവിടെ നിന്ന് മാറ്റാനായി പോലീസിന്റെ വാഹനം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ വാഹനം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ജെബി മേത്തർ എംപിയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാനാകുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നടപടിയിലേക്കാണ് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ വാഹനം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങളാണ് അവർ നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. ജെബി മേത്തർ എംപിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. മറ്റ്
ചില പ്രവർത്തകർക്കും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത്. ഈ പ്രതിഷേധം കഴിഞ്ഞ 1 മണിക്കൂറായി തുടങ്ങിയിട്ട് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാലിക്കലവുമായി ഒരു പ്രതിഷേധം നിയമസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എംപിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. പക്ഷേ അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സമരം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് ഈ കാലിക്കലങ്ങൾ തറയിൽ എറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ള ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആ ജലപീരങ്കി പ്രയോഗത്തിലാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എംപിക്ക് പരിക്കേറ്റത്, ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചത്. ഈ ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ പരിക്കേറ്റതെന്നാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ജെബി മേത്തർ എംപിക്ക് മാത്രമല്ല മറ്റു ചില പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. പോലീസിന്റെ വാഹനം എത്താത്തത് കൊണ്ട് തന്നെ ജെബി മേത്തർ എംപിയുടെ വാഹനത്തിൽ എംപിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ എന്തായാലും അവിടെ നിന്ന് വനിതാ പ്രവർത്തകർ പൊക്കിയെടുത്തുവെങ്കിൽ പോലും മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വാഹനത്തിന് വേണ്ടി ഒരുപക്ഷെ കാക്കുന്നതാകാം. പോലീസ് വാഹനം ഇതുവരെയും എത്തിയിട്ടില്ല. അല്പസമയമായി ജെബി മേത്തർ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മറ്റു പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും അവിടെ നിന്ന് അവരെ മാറ്റാനുള്ള ശ്രമമാണ്. ഒരുപക്ഷെ വാഹനം എത്തിയിട്ടുണ്ടാകും. എന്തായാലും അതിശക്തമായ സമരമാണ് അവിടെ കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി നടക്കുന്നത്. വിലക്കയറ്റത്തിനെതിരായ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. കാലിക്കലങ്ങളുമായിട്ടാണ് പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. പക്ഷേ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. അതേ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമായി. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിലാണ് ഇപ്പോൾ ജെബി മേത്തർ എംപി ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വാഹനം എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കത്തിലാണ്. പോലീസ് വാഹനം എത്തി. ജെബി മേത്തർ എംപി ഉൾപ്പെടെയുള്ളവരെ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നീക്കമാണ് പ്രവർത്തകർ നടത്തുന്നത്. പിടിച്ച് കേട്ടി എന്തായാലും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ജെബി മേത്തർ എംപിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് വാഹനത്തിൽ. അതിശക്തമായ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. 1 മണിക്കൂറിലധികം ആയി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കാലിക്കലങ്ങളുമായി പ്രതിഷേധിക്കുകയായിരുന്നു. അരിവില വർധന, വിലക്കയറ്റം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ബജറ്റിൽ 1000 കോടി രൂപ വിലക്കയറ്റം നിയന്ത്രിക്കാൻ
മാറ്റിവെക്കണം എന്ന ഒരു കാര്യവും മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. എന്തായാലും അതിശക്തമായ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത്. കാലിക്കലങ്ങളുമായാണ് നിയമസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞതിനെ തുടർന്നാണ് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിലാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. JB മേത്തർ MP ഉൾപ്പെടെയുള്ളവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. അവർ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് മാർച്ച് നടത്തി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടിപ്പിച്ചത്. ഐശ്വര്യ, JB മേത്തർ MPയെ ആശുപത്രിയിലേക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘർഷ സാധ്യത അവിടെ തുടരുകയാണോ? എന്താണ് ഇനി അവരുടെ നീക്കം? രേണുക, JB മേത്തർ MPയെ ആശുപത്രിയിലേക്ക് പോലീസ് വാഹനത്തിൽ മാറ്റിയിട്ടുണ്ട്. മറ്റ് ചില പ്രവർത്തകർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. മറ്റ് പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരിവില വർധനവ്, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, അങ്ങനെ തുടങ്ങി വീട്ടമ്മമാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മഹിളാ കോൺഗ്രസ് കാലിക്കലവുമായി നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. എന്തായാലും ആ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ശരി, ഐശ്വര്യ അനിലാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരായില്ല. നിയമസഭ നടക്കുന്നതിനാലാണ് ഹാജരാകാത്തതെന്ന് കാട്ടി ഇമെയിൽ മുഖാന്തരം സുരക്ഷാ ഉദ്യോഗസ്ഥർ അവധിക്ക് അപേക്ഷ നൽകി. ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് സൗത്ത് പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. കേസെടുത്ത് 1 മാസമായിട്ടും തുടർ നടപടികൾ ഇല്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു നോട്ടീസ്. ഡിസംബർ 15 നവകേരള ബസിനു നേരെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ച KSU ആലപ്പുഴ പ്രസിഡന്റ് തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അജയ് ജുവൽ, കുര്യാക്കോസ് എന്നിവർക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു. ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിൽ വളഞ്ഞിട്ടടിക്കുകയായിരുന്നു. കോടതി ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് സംഭവത്തിൽ ലോക്കൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. K മുരളീധരൻ MP ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച പരാതിയിലാണ് നടപടി. 15 ദിവസത്തിനകം വിശദീകരണം സ്പീക്കർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. മാത്യു കുഴൽനാടിനെതിരെ റവന്യൂ വകുപ്പ് ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്തു. ചിന്നക്കനാലിൽ 50 സെന്റ് ഭൂമി കയ്യേറിയതിനാണ് കേസ്. ഹിയറിംഗിന് ഹാജരാകാൻ മാത്യുവിന് നോട്ടീസ് നൽകി. ചിന്നക്കനാലിലെ മാത്യു കുഴൽനാടന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തെ തുടർന്നാണ് കയ്യേറ്റം കണ്ടെത്തിയത്. മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 23 സെന്റ് ഭൂമിക്കൊപ്പം 1/2 ഏക്കർ സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായാണ് കണ്ടെത്തൽ. ഇത് റവന്യൂ വകുപ്പ് ശരിവെക്കുകയും ഉടുമ്പൻചോല തഹസീൽദാർ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കാൻ ചിന്നക്കനാൽ വില്ലേജിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നടപടിക്രമങ്ങളുടെ തുടർച്ചയായാണ് ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തത്. കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മാത്യുവിന് നോട്ടീസ് നൽകി. വില്ലേജ് ഓഫീസർ ചിന്നക്കനാലിലെ റിസോർട്ടിൽ നേരിട്ടെത്തിയാണ് നോട്ടീസ് നൽകിയത്. ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിൽ ആക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയതെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. തോമസ് ചാഴിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത. തോമസ് ചാഴിക്കാടിന് വിജയസാധ്യതയില്ലെന്ന് ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ PM മാത്യു ന്യൂസ് 18നോട് പറഞ്ഞു. ജോസ് കെ മാണി തന്നെ കോട്ടയം ലോക്സഭാ സീറ്റിൽ മത്സരിക്കണമെന്നും തോമസ് ചാഴിക്കാടൻ മത്സരിച്ചാൽ CPM വോട്ടുകൾ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും PM മാത്യു ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതി അംഗം PM മാത്യു അദ്ദേഹമാണ് എന്നോടൊപ്പം, മുൻ MLA കൂടിയായ അദ്ദേഹമാണ് എന്നോടൊപ്പം ചേരുന്നത്. എന്താണ് LDFിലാണ് ഇത്തവണ, കഴിഞ്ഞ തവണ UDFിൽ മത്സരിച്ചു, എന്താണ് ഇത്തവണത്തെ ഒരു സാധ്യത? കഴിഞ്ഞ തവണ UDFിൽ 1,06,000 വോട്ടിനാണ് ജയിച്ചത്. അത് UDFിന് അപ്പുറമുള്ള ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കോൺസ്റ്റിറ്റ്യുവൻസി മാറുന്നില്ല, മുന്നണി മാറിയിരിക്കുന്നു,
മുന്നണി മാറി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആളായിട്ട് നിൽക്കുന്നില്ല. ആ പാർട്ടി തന്നെ മുന്നണി വിട്ടപ്പുറത്ത് നിന്ന് മത്സരിക്കുക. ആ മത്സരത്തിന് ഏതായാലും നിലവിലുള്ള UDFിൻ്റെ അപ്പർ കാർഡിനോടൊപ്പം ഒരു മൈനസ് പോയിൻ്റുണ്ട്. അപ്പോൾ ആ മൈനസ് പോയിൻ്റോടെ മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് പാർട്ടി സീറ്റ് മേടിക്കുകയും മത്സരിക്കുകയും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരവും പ്രായോഗികവും. കൂടുതൽ ശക്തൻ വേണമെന്ന് പറയുമ്പോൾ ആരാണ്? ജോസ് കെ മാണിയെ പോലുള്ള ആളാണ് പിന്നീട് അപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വലിയൊരു ഫിഗറുള്ള സ്ഥാനാർത്ഥികൾ? അതിനൊരു കുഴപ്പമില്ല. കാരണം ജോസ് കെ മാണി കോട്ടയം പാർലമെന്റിൽ 1914-ലും 19-ലും 2 വർഷം ജയിച്ച ആളാണ്. 1909-ലും 14-ലും 2 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ആളാണ്. പാർട്ടിയുടെ ചെയർമാനാണ്. ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്നു. രാജ്യസഭയുടെ കാലാവധി തീരാൻ പോകുന്നു. അധികം നാളില്ല. ഇത് കഴിഞ്ഞാൽ ഉടനെ രാജ്യസഭയുടെ കാലാവധി തീരുകയാണ്. അപ്പം എന്തുകൊണ്ട് നോക്കിയാലും, കമ്മ്യൂണൽ കോമ്പിനേഷൻ നോക്കിയാലും, കോട്ടയം ജില്ല നോക്കിയാലും, KM മാണി സാറിൻ്റെ പാരമ്പര്യം നോക്കിയാലും, പിന്നെ ഒരാൾ അവിടെ അങ്ങനെ മത്സരിക്കാതെ ഉള്ള ഒരാൾ ഈ പാർലമെൻറ്റ് വരാനുള്ളത് ജോസ് കെ മാണിയാണ്. ചെയർമാനായപ്പോൾ ജോസ് കെ മാണി വന്നാൽ LDFിൻ്റെ CPMനും മറ്റു കക്ഷികൾക്കൊക്കെ കുറേ കൂടി ഒരു താല്പര്യത്തോടും ആശയോടും കൂടി ജയിപ്പിക്കേണ്ടി വരും. LDFിനെ സംബന്ധിച്ച് ജയിപ്പിക്കാൻ അവർ നിർബന്ധിതരാകും. കാരണം അവരുടെ കൂടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അല്ലെങ്കിൽ അതിനകത്ത് ആത്മാർത്ഥത കാണിച്ചില്ല എന്ന് വരും. ഇടതു മുന്നണിയിലേക്കുള്ള മാറ്റം ഇപ്പോഴും അംഗീകരിക്കാത്ത പ്രവർത്തകർ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ അത് സ്വാഭാവികമായി കുറേ ഉണ്ടാകില്ല. കാരണം ഞാനതാ പറഞ്ഞത്, ആ യോജിപ്പിന് ശേഷം 39 കൊല്ലം UDFിലാണ് നിന്നത്. അന്നേരം കരുത്തനായ മാണി സാർ ഉണ്ടായിരുന്നു. എങ്ങനെ വന്നാലും ജോർജ് സാറുമായിട്ടും പല പൊളിറ്റിക്കലിൽ ഏറ്റുമുട്ടിയപ്പോൾ കരുത്തനായിരുന്നു പുള്ളി. കരുത്തനായിരുന്നു പുള്ളി. എങ്ങനെയെങ്കിലും അത് തന്ത്രപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ളൊരു അൺഡിസ്പ്യൂട്ടഡ് തർക്കമില്ലാത്ത കഴിവുള്ളൊരു വലിയ നേതാവില്ല. മാണി സാറിൻ്റെ മകന് ആ ഒരു പാരമ്പര്യത്തിൽ, ആ ട്രഡീഷനിൽ പരമ്പരാഗതമായി നിന്ന ആളുകൾ കൂടെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അനുഭാവികളിലും പ്രവർത്തകരിലും ആ മാറ്റത്തിൽ, വളരെ പെട്ടെന്നുള്ള ആ മാറ്റത്തിൽ പൂർണ്ണമായ ഒരു മാനസിക ഐക്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ UDF നേതാക്കൾ, കെ സുധാകരനും VD സതീശനും അങ്ങനെ പല നേതാക്കളും പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ UDFിലേക്ക് വരേണ്ടവരാണ് എന്നാണ്. അതിനോട് എങ്ങനെയാണ് ഒരു കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ്? ഇതിന്റെ ബേസ് ഇപ്പം എല്ലാവരും പറയും മാതൃസംഘടന എന്ന് പറയുമ്പോൾ ഏതാണ്? സത്യത്തിൽ കേരള കോൺഗ്രസിന്റെ മാതൃസംഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്തായാലും KM മാണിക്കൊപ്പം ഉൾപ്പെടെ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തന പാരമ്പര്യമൊക്കെയുള്ള കേരള കോൺഗ്രസ് എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതേപോലെ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടടക്കം അദ്ദേഹം പങ്കുവച്ചത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം. അതേസമയം ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസ് എം നിലവിലെ സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കിക്കാണ് പ്രഥമ പരിഗണനയെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ശക്തി മേഖലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കേണ്ടതാണ്. ഇക്കാര്യം മുന്നണി നേതൃത്വത്തെ അറിയിക്കുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളെ സംബന്ധിച്ചും കേരള കോൺഗ്രസിന് താല്പര്യമുള്ള സീറ്റുകളെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ചർച്ചയുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. സിറ്റിംഗ് സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് താല്പര്യപ്പെടുന്ന ആദ്യത്തെ സീറ്റ് പ്രഥമ പരിഗണന നൽകുന്നത് ഇടുക്കി സീറ്റിനാവും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. കേരള കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി. കേരള കോൺഗ്രസും കൂടി ഭാഗമായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറയിൽ വലിയ വർധനവ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ സാഹചര്യത്തിലെ ഇടുക്കി സീറ്റ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കോട്ടയം സീറ്റ് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ പ്രചാരണം തുടങ്ങിവെച്ച കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂരിൽ ചുവരെഴുത്തുണ്ടായി. സീറ്റ് സംബന്ധിച്ച് ധാരണയായാൽ ഉടൻ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് കടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കോട്ടയത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ കുറച്ച് മുന്നേ വലിയ ആവേശത്തിലാണ്. അവർ സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക
എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവർ എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എന്നോടൊപ്പം കുറച്ച് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ നിൽക്കുന്നുണ്ട്. ഇത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനു ചങ്ങളം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല, പക്ഷേ മുൻപേ ആവേശമാണോ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനെന്നാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് അത് ചുവരെഴുതിക്കൊണ്ടാണ്. സാധാരണ അത് പരമ്പരാഗതമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉടമകളുടെ കൺസെൻ്റൊക്കെ മേടിച്ച് കൺസെൻ്റ് ലെറ്ററോടുകൂടിയൊക്കെ വേണം നമ്മൾ ചുവരെഴുതാനായിട്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്രചരണം, ബാക്കി കാര്യങ്ങൾ, സ്ഥാനാർത്ഥി കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട പൗരപ്രമുഖരെ കാണാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചുവര് എല്ലാം കൺസെൻ്റൊക്കെ മേടിച്ച് നമ്മളിത് വൈറ്റ് അടിച്ച് ഏതാണ്ട് സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ ബാക്കി മുഴുവൻ കാര്യങ്ങളും എഴുതി വെച്ചാൽ സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേരും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. UDF ആരെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങൾ സജീവമായിട്ട് രംഗത്തുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആവേശം പകരാൻ കൂടിയാണ് മുൻപേ പറക്കുന്ന പക്ഷിയായി അങ്ങ് മാറിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണ നിങ്ങൾ ജയിപ്പിച്ച ആൾ അപ്പുറത്ത് പോയി, അതിന്റെ അയാളെ തോപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉണ്ടോ? എത്ര നേരത്തെ UDF വിജയിക്കുക എന്നുള്ളതാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാളുകളായി UDFന്റെ ഒരു പാർലമെന്റ് അംഗം വിജയിച്ചു പോയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ UDFനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം ഉണ്ട്. കഴിഞ്ഞ തവണ UDFൽ ജയിച്ചിട്ട് ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം മാറുകയുണ്ടായി. അതുകൊണ്ട് ഊർജിത വീര്യത്തോടുകൂടി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ UDF അംഗങ്ങൾ, UDF പ്രവർത്തകർ, നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ജോസഫ് ഗ്രൂപ്പിനാണ് സീറ്റ് എന്നുള്ളത് ഏതാണ്ട് അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് അപ്പൊ ജോസഫ് ഗ്രൂപ്പിൽ ഒരു ലോഡ് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു കൺഫ്യൂഷനും നമുക്ക് ഇല്ല. കാരണം പാർട്ടി ചെയർമാനാണ് ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അദ്ദേഹത്തെ ഉന്നതാധികാര സമിതി കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അദ്ദേഹം പാർട്ടി ചെയർമാന്റെ വാക്ക് ഞങ്ങൾ ശിരസാ വഹിക്കും. ഒരു സസ്പെൻസ് ആയിരിക്കും. അല്ലല്ല, പാർട്ടി ചെയർമാൻ ആരെ പ്രഖ്യാപിച്ചാലും അവരെ അംഗീകരിച്ച് അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ള മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ. ഇപ്പൊ ബിനു ചങ്ങലത്തെ പ്രഖ്യാപിച്ചാലും നമ്മളൊരു സാധാരണ മനുഷ്യനാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് അവർ. നേരത്തെ തന്നെ ഇറങ്ങുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. പാർട്ടിയാണ് തീർച്ചയായും അവർ പറയുന്ന പോലെ പാർട്ടിയാണ് ഔദ്യോഗികമായി UDF തീരുമാനിക്കണം. പക്ഷേ പാർട്ടി UDF ആർക്കാണ് തീരുമാനിക്കണം, പാർട്ടി ആരാണ് സ്ഥാനാർത്ഥി എന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള അച്ചടക്കമുള്ള പ്രവർത്തകരുടെ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലേക്ക് ജോസഫ് ഗ്രൂപ്പ് പ്രവർത്തകർ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടാകുമെന്നും ശ്രദ്ധയോടുകൂടി സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ അതിനൊക്കെ സ്ഥാനാർത്ഥി ഉണ്ടാകും. കാരണം മുതിർന്ന നേതാക്കൾ മത്സരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നിർണയമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിജയം മാത്രം ലക്ഷ്യമിട്ടു. വിജയം തന്നെയാണ് ലക്ഷ്യം. അല്ലാണ്ട് ഏത് തെരഞ്ഞെടുപ്പിലാണ് തോൽവി ലക്ഷ്യമിടുക? തോന്നില്ല. അങ്ങനെ ഒന്നും ഒരാളെയും നിർത്തില്ല. ചില പൊതുസമ്മതരെയൊക്കെ നിർത്തുകയാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും നിലനിർത്തില്ല. നമ്മൾ ഇപ്രാവശ്യം വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഈ MLA-മാരും മുതിർന്ന നേതാക്കളൊക്കെ അതൊന്നും പറയാൻ സാധിക്കില്ല. അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ പല പേരുകൾ വരുന്നുണ്ട്. നിങ്ങൾ പല പേരും പറഞ്ഞില്ല. അതിൻ്റെ പിന്നിലേക്ക് വരാൻ ഞങ്ങളില്ല. ഈ പൊതുസമ്മതരെയൊക്കെ അതുപോലെ പരീക്ഷിക്കും ചില മണ്ഡലങ്ങളിലൊക്കെ. അതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ആരൊക്കെയാണ് പരീക്ഷിക്കുക എന്ന് പറയാം. അങ്ങനെയുള്ള പൊതുസമ്മതം ഉണ്ടെങ്കിൽ ഞങ്ങൾ പരീക്ഷിക്കും. അത് പരീക്ഷണമല്ല, അത് വളരെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ അവരെ നിർത്തുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. മുഖ്യമന്ത്രിയും പാർട്ടിക്ക് വിധേയനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രവർത്തിക്കുന്നതിൽ തെറ്റുപറ്റിയാൽ മുഖ്യമന്ത്രിയെയും തിരുത്തും. ഒറ്റയാൾ തീരുമാനങ്ങളല്ല CPM-ൽ ഉണ്ടാകുന്നതെന്നും എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പൊതുവിലൊരു ധാരണ ഉള്ളത് അംഗീകരിക്കില്ലായിരിക്കും. മുഖ്യമന്ത്രിയാണ് പാർട്ടിയിലെയും സർക്കാരിലെ അവസാന വാക്ക്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് അതേപടി ഏറ്റുപാടാനാണ് അതൊക്കെ. അത് പാർട്ടിയെ പറ്റി മനസ്സിലാവാത്ത ആളുകൾ പറയുന്ന വിമർശനം മാത്രമാണ്. പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് ആരും പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയും തിരുത്തൽ സർക്കാർ തെറ്റുപറ്റോ പാർട്ടി തിരുത്താൻ പറ്റുന്നുണ്ടോ? എന്താ സംശയം? എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം മനസ്സിലാക്കി പോവുകയല്ലേ ചെയ്യുന്നത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടിയുമില്ല, ഗവൺമെൻറ്റുമില്ല. എല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒറ്റയാൾ തീരുമാനങ്ങളൊന്നും നടപ്പാവുന്ന പാർട്ടിയല്ലേ? ഒറ്റയാൾ തീരുമാനമൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം.
പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടി തീരുമാനിക്കുന്നത് പാർട്ടിയും അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിനെ എത്രത്തോളം, ഇപ്പോൾ പാർട്ടി തീരുമാനം മുഴുവൻ ഗവൺമെൻറ് നടപ്പിലാക്കാനൊന്നും പറ്റില്ല. ഗവൺമെൻറ് വേറെ സംവിധാനമില്ലേ. പരീക്ഷയുടെ സമ്മർദ്ദം ഇല്ലാതാക്കി വിദ്യാർത്ഥികൾക്ക് മനക്കരുത്തുണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിച്ചു. ചർച്ചയുടെ 7ാം പതിപ്പാണ് ഡൽഹിയിലെ പ്രഗതി മൈതാനിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്നത്. പരീക്ഷാ പേടിയെ മനഃശക്തി കൊണ്ട് മറികടക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. താരതമ്യം കുട്ടികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുവെന്നും മാതാപിതാക്കൾ കുട്ടികളെ സഹോദരങ്ങളുമായി താരതമ്യം ചെയ്യരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. तो शायद अगर आप पालन करते हैं तो मैं नहीं मानता हूं कि पेरेंट्स को या टीचर्स को इस प्रकार की ट्रस्ट डेफिसिट की स्थिति पैदा होगी, आपके प्रति अविश्वास का कारण बनेगा. उसी प्रकार से मां बाप को भी सोचना चाहिए. कुछ मां बाप को ऐसी आदत होती है, जैसे मान लीजिए किसी मां बाप ने मां ने बहुत बढ़िया खाना बनाया है और बेटा आया, किसी न किसी कारण से उसका खाने का मन नहीं है लेकिन बहुत कम खाया, तो मां क्या कहेगी? जरूर कहीं खा करके आए होंगे, जरूर किसी के घर में पेट में भर करके आए होंगे. तो फिर उसको चूक पहुंचती है, फिर वो सच बोलता नहीं है. फिर मां को ठीक रखने के लिए ठीक है चलो अच्छा लगे बुरा लगे मैं जितना मुंह में डाल पोस्ट ऑफिस में डालता हूं डाल दूंगा. ये ट्रस्ट डेफिसिट पैदा हो जाता है. हर घर के अंदर ये अनुभव आता होगा. आपको माताजी ने पिताजी ने मानो आपको पैसे दिए और आपको कहा 1 महीने का तुम्हारा ये 100 रुपया तुम्हें देते हैं पॉकेट का, और फिर हर तीसरे दिन पूछते हैं वो 100 रुपये का कह गया. ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം 3000 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 2 വിദ്യാർത്ഥികളും ഓരോ അധ്യാപകരും വീതം പ്രത്യേകം അതിഥികളാണ്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിയായ മേഘ്ന എൻ നാഥാണ് പരിപാടി നിയന്ത്രിക്കുന്നത്. ആദ്യമായാണ് ഒരു മലയാളി പെൺകുട്ടിക്ക് പരിപാടി നിയന്ത്രിക്കാൻ അവസരം ലഭിക്കുന്നത്. ഇത്തവണ 2,25,00,000 പേർ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമ്മർദ്ദരഹിതമായി പരീക്ഷയെ നേരിടാനുള്ള പ്രധാനമന്ത്രിയുടെ പരീക്ഷാ ചർച്ച നടക്കുമ്പോൾ കോഴിക്കോട്ടെ കേന്ദ്രീയ വിദ്യാലയം 1 വലിയ സന്തോഷത്തിലാണ്. കാരണം ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പരിപാടിയിലെ അവതാരകയായി മേഘ്ന എൻ നാഥ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ സ്കൂളിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിക്ക് സ്വാതിക്ക് ചോദ്യം ചോദിക്കുന്നതിനുള്ള അവസരവും ലഭിച്ചിരിക്കുന്നു. നമുക്കൊപ്പം എന്തായാലും പ്രിൻസിപ്പലുണ്ട്, അവർ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ, എങ്ങനെ കരുതുന്നു ഈ ഒരു അവസരത്തെ? ഇങ്ങനൊരു അവതാരകയാൻ അവസരം ലഭിക്കുന്നു, ചോദ്യം ചോദിക്കാൻ മറ്റൊരാൾക്ക് അവസരം ലഭിക്കുന്നു, എങ്ങനെ കാണുന്നു കേന്ദ്രീയ വിദ്യാലയം 1? തീർച്ചയായും ഇതൊരു സുലഭ അവസരമാണ്. ഒരു സ്കൂളിലെ 2 കുട്ടികൾക്ക്, വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു ചാൻസ്, അത് എൻ്റെ സ്കൂളിലെ 2 കുട്ടികൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്ന ഒരു അവസരമാണ്. സ്കൂളിലെ 2 കുട്ടികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മേഘന ഈ പരിപാടി അവതരിപ്പിക്കുന്നു, അതേപോലെ സ്വാതി ഈ പരിപാടിയിൽ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടുന്നു. ഇന്ത്യയിൽ നിന്ന് കേന്ദ്ര വിദ്യാലയങ്ങളിൽ നിന്ന് വെച്ച് മൊത്തം 15 കുട്ടികളാണ് ഇതിൽ ചോദ്യം ചോദിക്കുന്നത്. അതിലൊന്ന് കേന്ദ്ര വിദ്യാലയം ഈസ്റ്റിലെ കുട്ടിയാണ്. സന്തോഷം നൽകുന്നു. വളരെ എങ്ങനെയാണ് മേഘനയ്ക്ക് അവസരം എങ്ങനെയാണ് ലഭിച്ചത്? കേന്ദ്ര വിദ്യാലയ സംഘടന എല്ലാ വർഷവും യൂത്ത് പാർലമെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ റീജിയണൽ ലെവൽ യൂത്ത് പാർലമെന്റ് കോമ്പറ്റീഷനിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ റീജിയണൽ ലെവലിലും അതേപോലെ സോണൽ ലെവലിലും ബെസ്റ്റ് പെർഫോമർ മേഘന എൻ നാഥായിരുന്നു. ആ ബെസ്റ്റ് പെർഫോമൻസിന്റെ ബേസിൽ കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ കുട്ടികളോട് ചെറിയൊരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് അയക്കാൻ വേണ്ടി പറഞ്ഞു. ആ വീഡിയോയുടെ ബേസിലാണ് കുട്ടിക്ക് ഇതിൽ ചാൻസ് കിട്ടിയിരിക്കുന്നത്. ഒരു വലിയ അവസരമാണ് ലഭിച്ചത്. തീർച്ചയായും വലിയ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരാൾ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ ആദ്യമായിട്ടാണ് ചാൻസ് കിട്ടുന്നത് ഒരു കുട്ടിക്ക്. എങ്ങനെ തോന്നുന്നു ഇത്ര വലിയൊരു ചർച്ചയിൽ കൂട്ടുകാരെ അവതാരകയാകുമ്പോൾ അതിലൊരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുമെന്ന് സ്വാതി എങ്ങനെ? ഞാൻ മേഘനയിൽ ഭയങ്കര പ്രൗഡാണ്. കാരണം കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു കുട്ടിക്ക് ആങ്കർ ചെയ്യാനുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റിയാൽ. വെരി പ്രിവിലേജ്ഡ്. എന്താണ് ചോദ്യം ചോദിച്ചത്? ഞാൻ ചോദിച്ചത് എക്സാം ടൈമിൽ പിയർ പ്രഷറും പിന്നെ അൺഹെൽത്തി കോമ്പറ്റീഷനും കമ്പാരിസണും ഒക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാനും അത് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണോ. എന്താണ് അദ്ദേഹം മറുപടി? ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് എപ്പോഴും നല്ലത്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് വേണം എക്സാമിനെ നേരിടാൻ. അതൊക്കെയാണ്. എങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? കാരണം സാധാരണക്കാരനായ ആളല്ല പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉത്തരം തന്നിരിക്കുന്നത്.
അതെ, മുന്നോട്ടുള്ള പ്രിപ്പറേഷനെ എങ്ങനെ സ്വാധീനിക്കും? മുന്നോട്ടുള്ള തയ്യാറെടുപ്പുകളെ എങ്ങനെ സ്വാധീനിക്കും? അത് ഭയങ്കര ഒരു ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം ഒരു വേറെ പെർസ്പെക്റ്റീവ് കാണാൻ പഠിപ്പിച്ചു. എല്ലാവരും വലിയ ഹാപ്പിയാണ്. ഈ കേന്ദ്രീയ വിദ്യാലയം 1 മാത്രമല്ല, കേന്ദ്രീയ വിദ്യാലയം 2 ഈ പരീക്ഷാ ചർച്ച വലിയ നേട്ടമാണ് തന്നിരിക്കുന്നത്. ഈ കേന്ദ്രീയ വിദ്യാലയം 2 ആകാശ് അരുൺ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും വാസുദേവ് നന്ദൻ ശർമ്മ എന്ന കുട്ടിയും അവരുടെ 2 പുസ്തകങ്ങൾ ഈ പരിപാടിയിൽ ഷോക്കേസ് ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഈ പരിപാടിയിൽ ഷോക്കേസ് ചെയ്യാൻ കരുതിയിട്ടുണ്ട്. കാരണം അതിന്റെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് അരിക്കൊമ്പനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകവും ഒരു ഫിക്ഷൻ പുസ്തകവുമാണ്. അരിക്കൊമ്പനെ കേരളം നാട്ടിൽ നിന്ന് പുറത്താക്കി തിരിച്ചു വരുന്നൊരു കഥയായിരുന്നു. എന്റെ മനസ്സിൽ തോന്നി അങ്ങനെ എഴുതണം. വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് സങ്കടം വന്നു. അരിക്കൊമ്പന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് സങ്കടം വന്നു. അതെ, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറെ കാലമായിട്ട് കുറെ മെനക്കെട്ടിട്ട് പുസ്തകം ഇവിടെ പരീക്ഷാ പേ ചർച്ചയിൽ വന്നിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ബുക്കിലെ കണ്ടന്റ് സയൻസ് ഫിക്ഷൻ ആണ്, സൂപ്പർ ഹീറോ ഫിക്ഷൻ അങ്ങനത്തെ ഒക്കെ. അപ്പൊ അതിൻ്റെ അകത്തൊരു സൂപ്പർ ഹീറോ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അത് എഴുതാനുള്ളൊരു മോട്ടിവേഷൻ? എഴുതാൻ്റെ മോട്ടിവേഷൻ പറഞ്ഞാല് ഞാൻ പറഞ്ഞ കൊറോണ സമയത്തിൽ അതാണ് എഴുതിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു പുസ്തകം എഴുതാം. കാരണം ഞാൻ ചെറുപ്പത്തില് കുറച്ച് പുസ്തക സ്റ്റോറീസ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഈ എല്ലാ സ്റ്റോറീസ് വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കും. അപ്പൊ അത് ആ മോട്ടിവേഷൻ വെച്ചിട്ട് ഞാൻ എന്റെ ബുക്ക് ഉണ്ടാക്കി. അതെ അതെ അതെ. എന്തായാലും പരീക്ഷ എടുക്കുമ്പോൾ പരീക്ഷ സമ്മർദ്ദരഹിതമായി നേരിടാനുള്ള ചർച്ച അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് സ്കൂളുകൾക്ക് വലിയ ഒരു ആശ്വാസമായി മാറിയിരിക്കുന്നു. കുട്ടികളിൽ വലിയ ആത്മവിശ്വാസം വളർത്തുന്നതാണ് ഈ ചർച്ച എന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ പരീക്ഷാ ചർച്ചയിലെ സജീവ പങ്കാളിത്തത്തിന്റെ അഭിമാനത്തിലാണ് കോഴിക്കോട്ടെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ. KV1 മേഘ്ന പരീക്ഷാ ചർച്ചയിലെ അവതാരകയായപ്പോൾ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിച്ച് സ്വാതി ദിലീപ് ശ്രദ്ധേയയായി. മുന്നണി മാറ്റത്തിന് പിന്നാലെ നിതീഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. ബീഹാറിൽ പാവങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിച്ചു. JDU നേതാവ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് പിന്നാലെ നിതീഷിനെ വിമർശിച്ച് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. നിതീഷ് ചതിയനെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ വിമർശനം. ബീഹാറിലെ 9 കോൺഗ്രസ് MLA-മാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. MLA-മാരുമായി ചർച്ച നടത്താൻ മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനോട് നേതൃത്വം നിർദ്ദേശിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയും MLA-മാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. RJD നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിനെ ED ചോദ്യം ചെയ്യുകയാണ്. പട്നയിലെ ED ഓഫീസിലാണ് ലാലു പ്രസാദ് യാദവ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. പട്ന ED ഓഫീസിന് മുന്നിൽ RJD പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. EDയുടെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുമെന്നും BJPയെ എതിർക്കുന്നവർക്കെല്ലാം EDയുടെ ക്ഷണക്കത്ത് ലഭിക്കാറുണ്ടെന്നും ലാലു പ്രസാദ് യാദവിന്റെ മകളും RJD MPയുമായ ഡോക്ടർ നിസ ഭാരതി പ്രതികരിച്ചു. लेकिन हमें कोई आपत्ति नहीं है. अब आप सबके सामने है, देश के सामने है, सब देख रहे हैं लोग. नहीं, मुझे तो बैठने की कोई इच्छा भी नहीं है. उनके साथ तो अलाउ भी नहीं होगा कोई. बट जो डॉक्यूमेंट और जो था, कोई किस स्थिति में आपको भी पता है, उनको पकड़ के उठाना पड़ता है, बिठाना पड़ता है. कोई छुपी हुई बात नहीं है. ജോലിക്ക് പകരം ഭൂമി കോഴ കേസിലാണ് ലാലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്യുന്നത്. ബീഹാറിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ED നടപടികൾ. ലാലു പ്രസാദ് യാദവ് അഴിമതിക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി പറഞ്ഞു. एक चीज आप समझिए, लालू जी ऐसे नेता हैं जो स्वयं मुख्यमंत्री थे और उनकी पार्टी के प्रधानमंत्री हुआ करते थे, देवगौड़ा जी और इंद्र कुमार गुजराल जी. उनकी पार्टी ने CBI जांच कराकर उनको जेल में डाला. उनकी पार्टी ने, किसी दूसरे पार्टी ने नहीं किया है. एकदम गलतफहमी निकलवा दीजिए लोगों को कि लालू जी जब रेल मंत्री हुए तो गरीबों को जो नौकरी मिलना था उसके बदले जमीन लेने का काम किया, जमीन घोटाला किया. दूसरा, जब वो मुख्यमंत्री थे तो चारा खा गए.
तो देश की जनता जानती है ये भ्रष्टाचारी लोग हैं, भ्रष्टाचार इनके लिए गहना है। और बिहार के युवा को हमारे छोटे भाई तेजस्वी यादव ने क्या सीख दिया ये हमको नहीं पता है, लेकिन ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഹേമന്ത് സോറന്റെ ഡൽഹിയിലുള്ള വസതിയിലാണ് പരിശോധന. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ കഴിഞ്ഞ ആഴ്ചയിലും സോറനെ ED ചോദ്യം ചെയ്തിരുന്നു. ഹജ്ജ് യാത്രാ നിരക്കിലെ വർധനയിൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക്. കരിപ്പൂരിൽ നിരക്ക് കൂടിയതിൽ കേന്ദ്ര കേരള സർക്കാരുകൾ മറുപടി പറയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. എയർ ഇന്ത്യ, സൗദി എയർലൈൻസിന്റെ തുകയിലേക്ക് നിരക്ക് കുറയ്ക്കണം. സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. പാലക്കാട് ആലത്തൂരിൽ ബാറിൽ വെടിവയ്പ്. ഇന്നലെ രാത്രിയാണ് വെടിവയ്പുണ്ടായത്. ബാറിന്റെ മാനേജർ രഘുവിന് വെടിയേറ്റു. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ. ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായി. പ്രതി ബാബു മറ്റ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന പ്രതിഭാഗം. ജയിലിലെ നല്ല നടപ്പ് പരിഗണിക്കണമെന്നും ആവശ്യമുയർന്നു. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കൊല്ലുകയെന്ന ലക്ഷ്യത്തോടെ പലവട്ടം 3 പേരുടെയും തലയ്ക്കും പിന്നിലടക്കം വെട്ടി. വത്സലയുടെ തലച്ചോറ് പുറത്തുവന്ന നിലയിലായിരുന്നു. വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. വയനാട് ചുരിമലയിൽ പിടിയിലായ കടുവയെ തൃശൂരിലേക്ക് മാറ്റി. WYS-09 എന്ന കടുവയെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയത്. വയനാട്ടിൽ നിന്ന് പിടിയിലായ 2ാമത്തെ കടുവയാണ് സ്ഥലപരിമിതി മൂലം തൃശൂരിലേക്ക് മാറ്റിയത്. തൃശൂർ പാലപ്പിള്ളിയിൽ യാത്രക്കാരെ ഓടിച്ച് കാട്ടാനക്കൂട്ടം. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിന് സമീപം റോഡിലിറങ്ങിയ കാട്ടാനകളാണ് യാത്രക്കാരെ ഓടിച്ചത്. കാട്ടാനകൾ പാഞ്ഞെടുത്തതോടെ വാഹനങ്ങൾ റോഡിൽ ഉപേക്ഷിച്ച് യാത്രക്കാർ ചിതറിയോടി. ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മ കടന്നുകളഞ്ഞു. പാലക്കാട് പുതുശ്ശേരി കൂട്ടുപാതയിലാണ് അസം സ്വദേശിയായ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. 1 മാസം മുമ്പ് അമ്മ കുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം നടത്തിയതായും വിവരമുണ്ട്. കാസർഗോഡ് കാമുകൻ പീഡിപ്പിച്ച 10ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തു. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൊഗ്രാൽ പുത്തൂർ സ്വദേശികളായ അൻവർ, സാഹിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4780